ലയോ 14 പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനത്തെ പ്രശംസിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ചാക്രിക ലേഖനം അതീവ ഗൗരവമുള്ളതും അർത്ഥവത്തുള്ളതുമാണ് എന്നും JD വാൻസ് പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും അഭയ ബെന്നി ചേരുന്നുണ്ട്. അഭയ, എന്താണ് വിശദമായ വിവരങ്ങൾ? അതെ റോബിൻ, മെയ് 25 പ്രസിദ്ധീകരിച്ച ലയോ 14 പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റസ് അതിന്റെ അതീവ ഗൗരവമുള്ള ഒരു ചാക്രിക ലേഖനമാണെന്നും അതിനെ വളരെയധികം പ്രശംസിച്ചുകൊണ്ടാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്ത് വന്നിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ കാലത്തിൽ മാനവികതയുടെയും മനുഷ്യന്റെ അന്തസ്സിന്റെ സംരക്ഷണവും മുൻനിർത്തി ലയോ 14 പാപ്പ എഴുതിയ ആദ്യ ചാക്രിക ലേഖനമാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റസ് എന്ന് പറയുന്നത്. ഈ ചാക്രിക ലേഖനത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു അഭിമുഖത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ചാക്രിക ലേഖനം താൻ പൂർണ്ണമായും വായിച്ചിട്ടില്ലെങ്കിലും വായിച്ചെത്തിയ അത്രയും ഭാഗം അതീവ ഗൗരവമുള്ളതാണെന്നും ചാക്രിക ലേഖനത്തെ താൻ വളരെയധികം പ്രശംസിക്കുന്നുവെന്നുമാണ് അദ്ദേഹം നൽകിയ പ്രതികരണം. അദ്ദേഹം ഒപ്പം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്: ധാർമ്മികതയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറുന്നില്ല, പക്ഷെ ലോകം മാറുന്നതിനനുസരിച്ച് ആ തത്വങ്ങൾ ഉപയോഗിക്കുന്ന രീതികളിൽ മാറ്റം വരും എന്നാണ് വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചത്. നമുക്കറിയാം, നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരമുള്ള ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാനവികതയ്ക്കും മനുഷ്യ അന്തസ്സിനും വേണ്ടത്ര മൂല്യം കൽപ്പിക്കാതെ വരുന്നുണ്ടോ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലയോ 14 പാപ്പ പുറപ്പെടുവിച്ച ഒരു ചാക്രിക ലേഖനം തന്നെയാണ് ഇത്. ഈ ലേഖനത്തിൽ പാപ്പ വളരെ വ്യക്തമായി യുദ്ധങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നൂറ്റാണ്ടുകളായി സഭ വിശ്വസിച്ചു പോകുന്ന ജസ്റ്റ് വാർ എന്ന ഒരു സിദ്ധാന്തത്തെ, ആ പഴയ സിദ്ധാന്തത്തെ ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ല എന്നും ഈ ചാക്രിക ലേഖനത്തിൽ പാപ്പ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധരംഗത്ത് AI സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം മൂലം ഈ ഒരു പഴയ സിദ്ധാന്തത്തെ നമ്മൾ ഇപ്പോഴും പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ ജസ്റ്റ് വാർ സിദ്ധാന്തം കാലഹരണപ്പെട്ടതാണെന്ന് പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ നിരീക്ഷിക്കുന്നതായി നമുക്ക് കാണാം. യുദ്ധങ്ങളെക്കാളും ആയുധങ്ങളെക്കാളും ഉപരിയായി ചർച്ചകൾ, നയതന്ത്രം, ക്ഷമ എന്നിവയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാനവികതയ്ക്ക് ഇന്ന് കൂടുതൽ ഫലപ്രദമായ മാർഗങ്ങളുണ്ടെന്നും പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധരംഗത്ത് AI ഉപയോഗിക്കുന്നതിന് കർശനമായ ധാർമ്മിക നിയന്ത്രണങ്ങൾ വേണമെന്നും അദ്ദേഹം ഈ ഒരു ചാക്രിക ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ലയോ 14 പാപ്പയുടെ ഈ ജസ്റ്റ് വാർ സിദ്ധാന്തത്തെ പാപ്പ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന രീതിയിലുള്ള പാപ്പ നടത്തിയ പരാമർശങ്ങളെ JD വാൻസ് പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും ഇത്തരത്തിൽ നമ്മുടെ ആധുനിക ലോകത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് നമ്മുടെ പഴയ സിദ്ധാന്തങ്ങളെ മാറ്റി വീക്ഷിക്കുന്നതും മാറ്റി ചിന്തിക്കുന്നതും തീർച്ചയായും താൻ സ്വാഗതം ചെയ്യുന്നതെന്നും അതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും JD വാൻസ് പ്രതികരിക്കുകയുണ്ടായി. യുദ്ധരംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ നാം തീർച്ചയായും ജസ്റ്റ് വാർ സിദ്ധാന്തം പുതുക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് JD വാൻസ് പാപ്പയുടെ ഈ ചാക്രിക ലേഖനത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ പുതിയ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സാമൂഹിക പ്രബോധനങ്ങളെ പുനർവിചിന്തനം ചെയ്യാനാണ് പാപ്പ ശ്രമിക്കുന്നത്. അതിലെനിക്ക് അതീവ സന്തോഷമുണ്ടെന്നുമാണ് ഈ പാപ്പയുടെ ലയോ 14 പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനത്തെ കുറിച്ച് JD വാൻസ് തന്റെ അഭിമുഖത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. റോബിൻ.